ബി.ജെ.പിക്കെതിരെ CPM UDF ഒന്നിച്ചു നിന്ന് കളിച്ചാൽ പ്രത്യാഘാതം അതിശക്തമായിരിക്കും. കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മേയർ വി രാജേഷ്. അവിശ്വാസ പ്രമേയം നിയമപരമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണെന്നും അതിനെ ജനാധിപത്യപരമായി സ്വാഗതം ചെയ്യുന്നുവെന്നും വി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. 101-ൽ 50 സീറ്റാണ് ജയിച്ചിട്ടുള്ളത്. ഭരണത്തിലെത്തുമ്പോൾ തന്നെ 6 മാസത്തിൽ ഒരിക്കൽ ഒരു അവിശ്വാസ പ്രമേയം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭരണസമിതി അധികാരത്തിലേറിയത്. അതിനാൽ ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഏതൊരു കാര്യത്തെയും ജനാധിപത്യപരമായ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഏതുതരം ചർച്ചയ്ക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 വർഷത്തിൽ 4 കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. ആദ്യത്തേത് തെരുവുനായ ശല്യം അവസാനിപ്പിക്കുമെന്നതായിരുന്നു. വെള്ളക്കെട്ട്, കുടിവെള്ള പ്രശ്നം, വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവയായിരുന്നു മറ്റുള്ളവ. ഇവയ്ക്കാവശ്യമായ കാര്യങ്ങൾ കൃത്യമായും ചെയ്യുന്നുണ്ട്. മുൻപത്തെ ഭരണസമിതിയിൽ അഴിമതി വ്യാപകമായിരുന്നു. അത് അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മേയർ വ്യക്തമാക്കി. CPM പ്രതിസന്ധിയിലാകുമ്പോൾ എന്തിനാണ് വേദനിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമാവുകയാണ്. നീട്ടിയ കരങ്ങൾ CPM ആദർശം വിട്ട് എന്നൊക്കെ കൈകൊടുത്തിട്ടുണ്ടോ? അപ്പോഴൊക്കെ അവരുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണ് പോയിട്ടുള്ളത്. അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ പോകുന്നില്ല. കേരളം മുഴുവൻ അവർ നാണം കെടും. അവർ ഒന്നായാൽ ചാത്തന്നൂരിൽ ഗോപകുമാർ പിണറായി വിജയനെ മാറ്റി അടുത്ത പ്രതിപക്ഷ നേതാവാകുമെന്നും രാജേഷ് പറഞ്ഞു. അതേസമയം 5 വർഷത്തേക്ക് കോർപ്പറേഷൻ ഭരണസമിതിക്ക് യാതൊരുവിധ ഭീഷണിയുമില്ലെന്നും 2047 വരെ കോർപ്പറേഷനിൽ BJP ഭരണം തുടരാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരം ഈ മാസം 29-ന് കൗൺസിൽ നടക്കുമെന്നും കൗൺസിലിനുള്ള അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞതായി മേയർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നാൽ നേരിടും. കൗൺസിലർമാർ രണ്ടാമതും സത്യപ്രതിജ്ഞ നടത്തിയത് അറിയിച്ചില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തെറ്റാണ്. കളക്ടർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കൗൺസിലർമാർ തുടങ്ങി എല്ലാവരെയും രേഖാമൂലം അറിയിച്ചിരുന്നു. കൗൺസിലർ സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. നിയമപരമായ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യും. കോർപ്പറേഷനിൽ ഭരണ സ്തംഭനമാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ തെറ്റാണ്. അവധി ദിവസങ്ങളിൽ പോലും സജീവമായി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഭരണസമിതിക്കെതിരെയുള്ള പൊതു താൽപര്യ ഹർജികളെയെല്ലാം നിയമപരമായി തന്നെ നേരിടും. സമരത്തിന്റെ പേരിൽ അക്രമങ്ങൾ നടത്തുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും വി രാജേഷ് പറഞ്ഞിട്ടുണ്ട്. സമരങ്ങൾ ജനാധിപത്യപരമാകണം. സമരത്തിന്റെ പേരിൽ പൊതുമുതലുകൾ നശിപ്പിക്കുക, മേയർ ചേംബറിൽ കയറുന്നതിൽ നിന്നും തടയുക എന്നിവയൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഭരണസമിതിക്കെതിരെ ഏറ്റവും കൂടുതൽ സമരങ്ങൾ മുൻ നടത്തിയത് BJP ആണ്. അന്നൊന്നും പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. കൗൺസിലർമാരല്ലാത്ത പൊതുപ്രവർത്തകർ കോർപ്പറേഷനുള്ളിൽ കയറി സമരം ചെയ്യരുത്. ജനങ്ങൾ വരുന്ന സ്ഥലമാണിത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനകളെല്ലാം കോമഡിയായി മാറുകയാണെന്നും മേയർ വി രാജേഷ് പറഞ്ഞു. ഇക്കാര്യം ജനങ്ങൾക്കും ബോധ്യമുണ്ട്. ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവനകളോടും ഇനി പ്രതികരിക്കാനില്ല. കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണം നടക്കുന്നില്ലെന്നും രോഗസാധ്യതകൾ കൂടുതലാണെന്നുമുള്ള മന്ത്രി K മുരളീധരന്റെ വാദത്തോടും പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.